കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂർ ഉൾപ്പെടുന്ന ഷൊർണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഉയരുന്നത് വികസനത്തിന്റെ ചൂളം വിളികളാണ്. ജന്മി നാടുവാഴി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചരിത്രത്തെ ഷൊർണൂർ മാറ്റിയെഴുതുകയാണ് സ്വപ്ന പദ്ധതികളിലൂടെ. കാണാം ഷൊർണൂരിന്റെ വികസനപാത നവകേരളം നവമുന്നേറ്റത്തിലൂടെ. ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും ഇഴചേരുന്ന ഷൊർണൂരിന് ഇത് വികസനത്തിന്റെ പൂക്കാലം. പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ, ചെറുപ്ലശ്ശേരി നഗരസഭകളും ഒറ്റപ്പാലം താലൂക്കിലെ അനങ്ങനടി, ചളവറ, നെല്ലായ, തൃക്കടീരി, വാണിയംകുളം, വെള്ളിനേഴി എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് ഷൊർണൂർ. ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ഷൊർണൂരിന്റെ മുഖച്ഛായ മാറ്റുന്ന വികസനങ്ങളാണ് MLA എന്ന നിലയിൽ പി മമ്മിക്കുട്ടി നടപ്പാക്കുന്നത്. ഗതാഗത സംവിധാനത്തിന് മുൻതൂക്കം നൽകിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഹൈലൈറ്റ്. ഷൊർണൂർ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകൾ നേരത്തെ PWയുടെ കീഴിലുണ്ടായിരുന്ന ചെറുപ്ലശ്ശേരി പെരിന്തൽമണ്ണ റോഡ്, അതുപോലെ തന്നെ ഒറ്റപ്പാലം പെരിന്തൽമണ്ണ റോഡ്, അടയ്ക്കാപുത്തൂർ കല്ലുവഴി റോഡ്, ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തല്ലൂർ റോഡ്, വാണിയംകുളം പത്തംകുളം റോഡ് തുടങ്ങിയ ഈ റോഡുകൾക്കെല്ലാം കൂടി 140 കോടി രൂപയിലധികം വരുന്ന ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ അടയ്ക്കാപുത്തൂർ കല്ലുവഴി റോഡും അതുപോലെ തന്നെ ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി റോഡിൻ്റെയും പ്രവർത്തനം, അടയ്ക്കാപുത്തൂർ കല്ലുവഴി റോഡിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി റോഡിൻ്റെ പ്രവർത്തനം 90% പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വാണിയംകുളം പത്തംകുളം റോഡിൻ്റെ ഫസ്റ്റ് റീച്ച് പ്രവർത്തനം ആരംഭിച്ച് രണ്ടാമത്തെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ടെൻഡർ നടപടികളിലേക്ക് പോയിരിക്കുകയാണ്. ഒറ്റപ്പാലം നിന്ന് പെരിന്തൽമണ്ണ വരെ പോകുന്ന ഒറ്റപ്പാലം ചെറുപ്ലശ്ശേരി റോഡിൻ്റെ ഒറ്റപ്പാലം ടു 0 വരെയുള്ള 11 കിലോമീറ്ററിൻ്റെ ടെൻഡർ നടപടി പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു. 0 to 11 മുതൽ ചെറുപ്ലശ്ശേരി വരെയുള്ളതിൻ്റെ ഫസ്റ്റ് ലെയർ പൂർത്തിയാക്കി രണ്ടാമത്തെ ടാറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 140 കോടി രൂപയിലധികം വരുന്ന സംഖ്യ ഈ റോഡുകൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും റോഡുകളൊക്കെ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിൽ, അതിശയിപ്പിക്കുന്ന രൂപത്തിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കുകയും ചെയ്യാം. പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു പട്ടണമായി ചെറുപ്ലശ്ശേരി നഗരം മാറാൻ വേണ്ടി പോവുക. ടൗൺ നവീകരണം 33 കോടി രൂപയുടെ പദ്ധതിയാണ് അവിടെ നടക്കുന്നത്. ചെറുപ്ലശ്ശേരി നഗരത്തിന്റെ നവീകരണ ജോലികൾ നടന്നുവരികയാണ്. 33 കോടി രൂപ മുതൽ മുടക്കിയാണ് ടൗൺ നവീകരണം നടത്തുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നമാണ് പൂവണിയുക. മറ്റൊരു പ്രവൃത്തി പട്ടാമ്പി നിള IPT എന്ന് പറയുന്ന റോഡാണ്. പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട്ടേക്ക് വരുന്ന റോഡിൽ നിള ആശുപത്രി മുതൽ ഈ IPT ജംഗ്ഷൻ വരെ ഒരു നിർമ്മാണ പ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. എന്നാൽ IPT മുതൽ കൊളപ്പള്ളി ജംഗ്ഷൻ വരെ ഏറെക്കുറെ 1,800 മീറ്റർ ഇതിൻ്റെ തുടർച്ച എന്ന നിലക്കുള്ള അതിൻ്റെ പ്രവൃത്തി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർദ്ദേശം കിഫ്ബിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിള IPT റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്ന മുറക്ക് തന്നെ അതിൻ്റെ തുടർച്ച എന്ന നിലക്ക് ബാക്കി വരുന്ന ഈ കൊളപ്പള്ളി വരെയുള്ള ഭാഗങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയുള്ള സഹായകരമായ നിലപാട് കിഫ്ബിയുടെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, പട്ടാമ്പിയിൽ നിന്ന് തീരദേശം വഴി പട്ടാമ്പിയിൽ നിന്ന് പുഴ കടന്നാൽ പുതിയ പാലം വരുന്നുണ്ട്. അവിടെ
അവിടുന്ന് പട്ടാമ്പിയിലേക്ക് കടന്നാൽ പിന്നീട് നമ്പറം വഴി അങ്ങനെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് വഴി കാരക്കാട് കടന്ന് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് വന്ന് കൊച്ചി പാലത്തെ ബന്ധിപ്പിക്കുന്ന പൂർണ്ണമായും തീരദേശ റോഡാണ്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടപടിയെല്ലാം പൂർത്തിയാക്കി, സർവേ കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി അതിൻ്റെ പ്രപ്പോസൽ സമർപ്പിക്കപ്പെട്ടു. അങ്ങനെ വന്നാൽ കുറ്റിപ്പുറത്ത് നിന്ന് നേരെ തീരദേശം വഴി തൃത്താലയിലൂടെ വന്ന് പട്ടാമ്പിയിലേക്ക് കയറി പട്ടാമ്പിയുടെ ഭാഗത്ത് തീരദേശത്ത് കൂടെ വന്ന് ഷൊർണൂർ ബന്ധിച്ച് കൊച്ചി പാലത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു റോഡിൻ്റെ പ്രപ്പോസൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഉൾപ്പെടുത്തണം എന്നുള്ള അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അതാണ്. ₹140 കോടി വിനിയോഗിച്ചാണ് ഗതാഗത സംവിധാനം കാര്യക്ഷമമാക്കുന്നത്. ചെർപ്പളശ്ശേരി പെരിന്തൽമണ്ണ റോഡ്, ഒറ്റപ്പാലം പെരിന്തൽമണ്ണ റോഡ്, അടക്കപ്പുത്തൂർ കല്ലുവഴി റോഡ്, ശ്രീകൃഷ്ണപുരം മുറിയൻകണ്ണ് റോഡ്, വാണിയംകുളം പത്തംകുളം റോഡ് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. വിദ്യാലയങ്ങളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ചെർപ്പളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ തന്നെ വെള്ളിനേഴി ഹയർ സെക്കൻഡറി സ്കൂള്, മാരായമംഗലം ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ തന്നെ ഗണേഷ്ഗിരി സ്കൂള്, ഈ സ്കൂളുകൾക്കെല്ലാം കൂടി മൊത്തം 10 കോടി രൂപയുടെ ഫണ്ട് അനുവദിക്കുകയും അതിൽ ചെർപ്പശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കെട്ടിട നിർമ്മാണം നേരത്തെ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു. മറ്റ് 3 ഗണേഷ്ഗിരി സ്കൂളിൻ്റെ കമ്പനി പൂർത്തിയാക്കി, മാരായമംഗലം വെള്ളിനേഴിയും നടന്നുകൊണ്ടിരിക്കും. ഇതിന് പുറമെ IPT എന്ന് പറയുന്ന കൊളപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ആ സ്ഥാപനത്തിന് 2.5 കോടി രൂപയുടെ കിഫ്ബി പദ്ധതിയുടെ കെട്ടിട നിർമ്മാണം അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നർത്ഥം. മൊത്തത്തിൽ ഇപ്പോൾ IPT കൂടി വരുമ്പോൾ 12.5 കോടി രൂപ കെട്ടിടങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളുടെ വികസനത്തിനായി 10 കോടി രൂപയാണ് അനുവദിച്ചത്. ഇതിനോടകം തന്നെ പല സ്കൂളുകളിലും നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. ആശുപത്രി കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1,70,00,000 MLA ഫണ്ടും ആ കിഫ്ബി ഫണ്ടും ഉപയോഗിച്ച് ഐസൊലേഷൻ വാർഡ് ചെർപ്പളശ്ശേരി നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഭാഗമായി പ്രവർത്തനം നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അനുബന്ധമായി എക്സ്റേ പ്ലാന്റ് വേറെ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ആശുപത്രി രംഗത്ത് 1,70,00,000 ഉപയോഗിച്ച് ഐസൊലേഷൻ വാർഡ് ഫലപ്രദമായി നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ ഭാഗമായി പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് പ്രധാനമായും റോഡുകൾ PWDയിൽ നിലവിലുണ്ടായിരുന്ന റോഡുകളെല്ലാം കിഫ്ബി പദ്ധതിയുമായി KRFയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റെടുത്ത് അതിൻ്റെ നടപടികൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചിലത് പൂർത്തിയായിട്ടുണ്ട്, ചിലത് പകുതിയായിട്ടുണ്ട്, ചിലത് അടിയന്തരമായിട്ട് പൂർത്തിയാക്കാനുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ 1,70,00,000 രൂപ ചെലവഴിച്ച് ഐസൊലേഷൻ വാർഡ് പണികഴിപ്പിച്ചതും സുപ്രധാന നേട്ടമാണ്. മറ്റൊരു മേഖല കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഷൊർണൂരിൽ നേരത്തെ പ്രവർത്തിക്കുന്ന തടയണയിൽ നിന്ന് വെള്ളം ശേഖരിച്ച് ഷൊർണൂരിലെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് അടിച്ച് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്കും വാണിയംകുളം പഞ്ചായത്തിലേക്കും വെള്ളം കൊടുക്കുന്ന പദ്ധതിയാണ്. പക്ഷേ ആ പദ്ധതിയുടെ നിലവിലുള്ളൊരു സ്ഥിതി വെച്ചുകൊണ്ട് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ പൂർണ്ണമായി വെള്ളം എത്തിക്കാനും കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ വാണിയംകുളത്ത് കൊടുക്കണമെങ്കിലും പുതിയ ടാങ്ക് നിർമ്മാണം ആവശ്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി കുടിവെള്ള മേഖലയിൽ 28 കോടി രൂപയുടെ പദ്ധതി വിഭാവനം ചെയ്ത് അതിൻ്റെ നടപടികളെല്ലാം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണെന്നാണ്.
കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള പദ്ധതികളും വിഭാവനം ചെയ്തിട്ടുണ്ട്. 28 കോടി രൂപയാണ് പദ്ധതി ചെലവ് പ്രതീക്ഷിക്കുന്നത്. മൊത്തത്തിൽ ഷൊർണൂർ മണ്ഡലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കിഫ്ബി പദ്ധതിയുടെ സഹായത്തോടു കൂടി ഷൊർണൂർ മണ്ഡലത്തിൻ്റെ ഗതാഗത സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ, കുടിവെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കെട്ടിടങ്ങളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ പദ്ധതി കൊണ്ട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. നേരത്തെയുള്ള 5 കൊല്ലക്കാലത്തിൻ്റെ തുടർന്ന് ആരംഭിച്ച പദ്ധതികളുടെ പൂർത്തീകരണവും പുതിയ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടും ഷൊർണൂരിൻ്റെ വികസന കുതിപ്പിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ ഈ കിഫ്ബി പദ്ധതിക്കായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. 25 കൊല്ലമായി കിഫ്ബി പദ്ധതി പ്രവർത്തനം ആരംഭിച്ചെങ്കിലും കിഫ്ബി പദ്ധതി എന്ന് പറയുന്നത് ജനങ്ങളുടെ നാവിൻ തുമ്പിൽ വരാൻ വേണ്ടി തുടങ്ങിയത് ഈ കഴിഞ്ഞ 8 വർഷത്തിനിടക്കാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് കിഫ്ബി പദ്ധതിയെ പ്രയോജനപ്പെടുത്തി ഈ കേരളത്തെ ഒരു പുതിയ കേരളമാക്കി മാറ്റാൻ നടക്കുന്ന ഈ പരിശ്രമത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കിഫ്ബിയെയും അതിൻ്റെ സംഘാടകരെയും നടത്തിപ്പുകാരെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് 25ാം വാർഷികത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ആരോഗ്യ, വിദ്യാഭ്യാസ, ഗതാഗത സംവിധാനങ്ങളിലെ ദീർഘവീക്ഷണമുള്ള വികസനത്തിനാണ് മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. ഷൊർണൂർ സമാനതകളില്ലാത്ത വികസന പ്രക്രിയയിലൂടെ കടന്നുപോകുമ്പോൾ നവകേരളത്തിനൊപ്പം മണ്ഡലവും കുതിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ തരൂർ മണ്ഡലത്തിൽ നടന്നിരിക്കുന്നത് മണ്ഡലത്തിന്റെ മുഖഛായ തന്നെ മാറ്റിയ വികസന പ്രവർത്തനങ്ങളാണ്. ആ വികസന പ്രവർത്തനത്തിലൂടെയാണ് ഇന്നത്തെ നവകേരളം നവമുന്നേറ്റത്തിന്റെ യാത്ര. പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്കിലെ കണ്ണമ്പ്ര, കാവശ്ശേരി, കോട്ടായി, കുത്തന്നൂർ, പെരിങ്ങാട്ടുശ്ശേരി, പുതുക്കോട്, തരൂർ, വടക്കഞ്ചേരി പഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് തരൂർ നിയോജക മണ്ഡലം. CPIM-ലെ PP സുമോദാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ഇതിനോടകം സമസ്ത മേഖലയിലും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടത്തിയിരിക്കുന്നത്. കിഫ്ബി കേരളത്തിൻ്റെ അത്ഭുതമാണ്. കേരളത്തിലുടനീളം പശ്ചാത്തല വികസന മേഖലയിൽ വിപ്ലവകരമായ മാറ്റം ഇതിനോടകം തന്നെ സൃഷ്ടിക്കാൻ കിഫ്ബിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വികസനത്തോടൊപ്പം നിന്ന അസംബ്ലി മണ്ഡലമാണ് എൻ്റെ തരൂർ അസംബ്ലി മണ്ഡലം. പാലങ്ങളായാലും റോഡുകളായാലും വ്യവസായ പാർക്ക് ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എൻ്റെ മണ്ഡലത്തിലും വന്നു.
22 സമഗ്ര അംബേദ്കർ ഗ്രാമങ്ങൾ: അത്തിപ്പൊറ്റമംഗലം, അരങ്ങാട്ടുകടവ്, കുളയക്കാട്, മണിയമ്പാറ പാലങ്ങൾ, ഒളപ്പമണ്ണ, MD രാമനാഥൻ, KP കേശവമേനോൻ സാംസ്കാരിക നിലയങ്ങൾ തുടങ്ങി വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് തരൂർ മണ്ഡലത്തിൽ പൂർത്തിയായത്. പട്ടികജാതി പട്ടികവർഗ കോളനികളുടെ സമഗ്ര വികസനം മുൻനിർത്തി നടപ്പാക്കുന്ന അംബേദ്കർ ഗ്രാമ പദ്ധതി പ്രകാരം മണ്ഡലത്തിലെ 22 കോളനികളിൽ ഓരോ കോടി രൂപ വീതം ചെലവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. $8 കോടി ചെലവിൽ ഗായത്രി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച കഴനി പഴമ്പാലക്കോട് റോഡിലെ അത്തിപ്പൊറ്റപ്പാലം ഒറ്റപ്പാലത്ത് നിന്ന് തിരുവില്വാമല വഴി ആലത്തൂരിലേക്കും തിരിച്ചും യാത്ര സുഗമമാക്കി. മഴക്കാലത്ത് വെള്ളം കയറി ഉണ്ടാകുന്ന വലിയ യാത്രാ തടസ്സത്തിനാണ് ഇതോടെ പരിഹാരമായത്. 3.80 കോടി രൂപയിൽ വടക്കഞ്ചേരി ബസാർ റോഡിൽ മംഗലം പാലം പൂർത്തിയായി. പുതുക്കോട് കാവശ്ശേരി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മംഗലം പുഴയ്ക്ക് കുറുകെയുള്ള അരങ്ങാട്ടുകടവ് പാലം വികസന ഫണ്ടിൽ നിന്നും 10 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാംസ്കാരിക മേഖലയിൽ 1.20 കോടി രൂപയിൽ പെരിങ്ങോട്ട് കുറിശ്ശിയിൽ കവി ഒളപ്പമണ്ണ സ്മാരകം, 1 കോടി രൂപയിൽ MD രാമനാഥൻ സ്മാരക ഹാൾ, 50 ലക്ഷം രൂപ മുടക്കി KP കേശവമേനോൻ ഓഡിറ്റോറിയം എന്നിവ പൂർത്തിയായി. $2.5 കോടി ചെലവിൽ കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ അത്യാധുനിക സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിച്ചു. കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 7 കോടി രൂപ ചെലവിൽ കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ ഗ്രൗണ്ട്, 3 കോടി രൂപയിൽ കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, 1 കോടി രൂപയിൽ ബമ്മണ്ണൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടം, 3 കോടി രൂപയിൽ വടക്കഞ്ചേരി സാമൂഹികാരോഗ്യ കേന്ദ്രം ആദ്യഘട്ടം, 3 കോടി രൂപയിൽ വടക്കഞ്ചേരിയിൽ റെസ്റ്റ് ഹൗസ് കെട്ടിടം 1ാം ഘട്ടം എന്നിവയും പൂർത്തിയായവയിൽ ഉൾപ്പെടുന്നു. കർഷകർക്ക് പ്രാധാന്യം നൽകി സമൃദ്ധി പദ്ധതി, വിദ്യാഭ്യാസ നിലവാരത്തിന് മെറിറ്റ് പദ്ധതി, സിം തരൂർ എന്ന പേരിൽ 350ഓളം സ്കൂൾ വിദ്യാർത്ഥികൾക്കും PSC ഉദ്യോഗാർത്ഥികൾക്കും സൗജന്യ നീന്തൽ പരിശീലനം, ആരോഗ്യമുള്ള ജനതയെ ലക്ഷ്യമാക്കി ഹെൽത്ത് തരൂർ പദ്ധതി, മാനസിക സമ്മർദ്ദം നേരിടുന്നവർക്ക് കൂടെ എന്ന പേരിൽ EMS സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ സൗജന്യ കൗൺസിലിംഗ് എന്നിവ നടപ്പാക്കി വരുന്നു.
അതുകൊണ്ട് കൺമുന്നിൽ വികസന പ്രവർത്തനം യാഥാർത്ഥ്യമായ കിഫ്ബിയുടെ വികസന മുന്നേറ്റത്തിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. മണ്ഡലത്തിലെ സമഗ്ര മേഖലയിലും വലിയ മുന്നേറ്റമാണ് ഇതിനോടകം നടന്നിരിക്കുന്നത്.